ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ചാനൽ മിക്കവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഈ ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ യൂട്യൂബിലേക്ക് വരുന്നത് കൂടുതൽ വന്നിട്ടുള്ളത് കൊറോണ ടൈമിലാണ്. അപ്പൊ ആ ടൈമിൽ തന്നെ വന്നൊരു ചാനലാണ് ഈ വി ആർ ഇൻ ലവ് എന്ന് പറയുന്നത്. അത് അമൽ, അദ്ദേഹത്തിന്റെ വൈഫുണ്ട് കുഞ്ചൂസ്, അമലിന്റെ അമ്മ, അച്ഛൻ, പിന്നെ സിസ്റ്റർ ഉണ്ട്. അങ്ങനെ എല്ലാവരും അടങ്ങുന്ന ഒരു ഫാമിലി ആയിരുന്നു അത്. അവരുടെ ചാനലായിട്ടാണ് ഈ വി ആർ ഇൻ ലവ് വരുന്നത്. ഇപ്പൊ അതൊരു ചാനൽ എന്ന് പറയാൻ പറ്റില്ല, ചാനൽ ശൃംഖല എന്ന് വേണമെങ്കിൽ പറയണം. കാരണം ആ ഫാമിലിയിൽ ഒരുപാട് പേർക്ക് ചാനലുണ്ട്. അമല് ചാനൽ തുടങ്ങി വി ആർ ഇൻ ലവ്, അത് നല്ല ഹിറ്റായ സമയത്ത്, നല്ല സ്നേഹത്തിൽ, എല്ലാവരും നല്ല സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് അടുത്ത സിസ്റ്ററും കൂടെ രക്ഷപ്പെട്ടെ എന്ന് കരുതിയിട്ടായിരിക്കണം സിസ്റ്റർ ഒരു ചാനൽ തുടങ്ങുന്നു. വി ആർ ഇൻ ലവ് 2.0 എന്ന് പറഞ്ഞിട്ടാണ് ആ ചാനലിന്റെ പേര്. അവരുടെ ചാനൽ, അവരുടെ ഫാമിലി തന്നെ അമലിന്റെ അമ്മയ്ക്ക് ഒരു വ്ളോഗ് ഉണ്ട്, അത് സിന്ധു അമ്മ വ്ളോഗ്സ്. അത് ആ സമയത്തല്ല തുടങ്ങുന്നത്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതേപോലെ സിന്ധു അമ്മ എന്ന് പറയുന്ന അവരുടെ ബ്രദറിന് ഒരു ചാനലുണ്ട്, ഡ്രീം ഫാമിലി ഓഫ് ശ്രീകുട്ടനോ അങ്ങനെ എന്തോ ഒരു എന്തോ പറഞ്ഞിട്ടൊരു ചാനല് അവർക്കും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ചാനലുള്ള ഒരു ഫാമിലിയാണ് ഇവര്. ഈ ചാനല് ആ ടൈമിൽ നമ്മൾ ഈ ഫാമിലി വ്ളോഗൊക്കെ കാണാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം വീട്ടിലെ എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് അവരെല്ലാവരും ചാനൽ നടത്തിയിരുന്നത്. ഇപ്പൊ പല ആളുകളും അങ്ങനെ ചാനൽ നടത്തിയിരുന്ന പല ആളുകളും കുറെ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് സാമ്പത്തികമായിട്ടൊക്കെ സെറ്റിൽ ആയപ്പോ പഴയ പോലെ വീട്ടിലെ വിഷയങ്ങളൊന്നും അത്ര കാണിക്കാതെയായി. കാരണം അവർ ഇതിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് പല ബിസിനസ്സുകളൊക്കെ തുടങ്ങി വേറെ വരുമാന മാർഗങ്ങളൊക്കെ കാണുകയും ഈ യൂട്യൂബ് വരുമാനം എന്നുള്ളത് ഒരു സെക്കൻഡറി ആയിട്ട് കാണാൻ തുടങ്ങിയപ്പോഴായിരിക്കണം അത്ര അധികമൊന്നും ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും കാണിക്കുന്ന ഒരു കാര്യം ഇല്ലാതെയായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ഫാമിലി ആ സമയത്ത് നന്നായിട്ട് വീട്ടിലെ വിഷയങ്ങൾ കാണിച്ച് മുതലെടുത്ത് ഒരുപാട് റീച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അവര് ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന അമലിന്റെ വൈഫ് കുഞ്ചൂസ്, കുഞ്ചപ്പൻ എന്നൊക്കെ വിളിച്ചിരുന്നു ആ സമയത്ത്. പിന്നെ അമലിന്റെ അമ്മ സിന്ധു അമ്മ, പിന്നെ സിന്ധു അമ്മയുടെ ഹസ്ബൻഡ് എന്ന് പറയാം അമലിന്റെ സ്റ്റെപ്പ് ഫാദർ സുനിപ്പപ്പ. അങ്ങനെ ഒരു ഫാമിലിയാണ് അവര്. അപ്പൊ അമലിന്റെ അച്ഛൻ മരിച്ചതായിരുന്നു, നേരത്തെ മരിച്ചതായിരുന്നു, അറിയില്ല സൂയിസൈഡ് അങ്ങനെ എന്തോ. അവർ കുറെ ചാനലിൽ അവർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അവർക്ക് രണ്ട് മക്കൾ, ഈ സിന്ധമ്മയ്ക്ക് രണ്ട് മക്കള്, അമലും അമലിന്റെ സിസ്റ്ററും ആയിരുന്നു. ആ സ്ത്രീ വളരെ കഷ്ടപ്പെട്ട് ഈ മക്കളെ വളർത്തുന്നു. അതിനിടയിൽ അവർക്ക് രണ്ടാമതൊരു വിവാഹാലോചന വരുന്നു. അങ്ങനെ ഈ സുനിപ്പപ്പ എന്ന് പറയുന്ന വ്യക്തി, സുനിൽ എന്ന് പറയുന്ന വ്യക്തി അവർ വിവാഹം കഴിക്കുന്നു. അദ്ദേഹത്തിന് ആദ്യത്തെ വിവാഹത്തിൽ ഒരു മോൾ ഉണ്ടായിരുന്നു, അമ്പിളി എന്ന് പറഞ്ഞൊരു മോള്. അപ്പൊ അതൊക്കെ അടങ്ങിയ ഒരു വലിയ ഫാമിലി ആയിട്ട് അവർ മാറുന്നു. അവർ നന്നായിട്ട് ജീവിച്ചു വരുന്നു, ഒരു വീടൊക്കെ വെക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് ആ സ്ത്രീ വളരെ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി വെച്ച പൈസ കൊണ്ട് അവർ നല്ല വീടൊക്കെ വെക്കുന്നു. ഒരു ഇടുക്കി ബേസ്ഡ് കുടുംബമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മകൻ അമൽ വിവാഹം കഴിക്കുന്നു. അവർക്ക് അത്ര താല്പര്യമുള്ള, അവരുടെ ചാനലുകളിൽ ആദ്യകാലത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് ജാതിപരമായിട്ടോ എന്തൊക്കെയോ വിഷയങ്ങളുള്ള ഒരു വിവാഹമായിരുന്നു അതെന്ന് തോന്നുന്നു. എന്തായാലും ഒരു പ്രണയ വിവാഹമായിരുന്നു. നമ്മൾ കാണുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടെ കഴിയുന്ന ഈ സിന്ധു അമ്മ, സുനിപ്പപ്പ, അമലിന്റെ വൈഫ് ഒക്കെ ആയിട്ട് ആ കുട്ടി ഗർഭിണി, അങ്ങനെ വളരെ സന്തോഷത്തോട് കഴിയുന്ന ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ആ ചാനലിനെ കാണുന്നു. അപ്പൊ സാധാരണ ചാനലുകളെ പോലെ തന്നെ കുറെ കഥ പറയുന്നു, കുറെ പ്രാങ്ക് കാണിക്കുന്നു, കുറെ കുക്കിംഗ് കാണിക്കുന്നു, കുറെ സ്കിറ്റ് കാണിക്കുന്നു, വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ നമ്മളെ മുന്നിൽ കാണിക്കുന്നു. അങ്ങനെ ആ ചാനൽ വളർന്നു വരുന്നു. ആ സമയത്ത് അവരുടെ വീട്ടിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പൊതുവെ എല്ലാ ചാനലുകാരും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ മുന്നിൽ വന്നിട്ട് പറയും. അതിനവർ പറയുന്ന കാരണം, നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെ നല്ല സമയം മുഴുവൻ വ്യൂവേഴ്സുമായിട്ട് പങ്കുവെച്ചില്ലേ, വ്യൂവേഴ്സ് നമ്മളെ ഫാമിലി പോലെയല്ലേ, അതുകൊണ്ട് നമ്മളെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവരോട് നമ്മൾ ഷെയർ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന വലിയ വലിയ വിഷയങ്ങളൊക്കെ, അടിപിടിയൊക്കെ നമ്മളെ മുന്നിൽ അവർ കൊണ്ടുവന്ന് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ വലിയ വിഷയങ്ങളൊക്കെ നടന്നിട്ട് അവർ പൂർണ്ണമായിട്ടും തെറ്റിപ്പിരിയാണ്. ഈ അമ്മയും ഈ മകനും ഭാര്യയും ഒക്കെ ആയിട്ട് പൂർണ്ണമായിട്ടും തെറ്റിപ്പിരിഞ്ഞു. ആ സമയത്ത് ഈ അമല് വളരെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വഴക്കുകളും ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ അമലിന്റെ വൈഫ് ഈ കുഞ്ചൂസ് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കുറച്ച് ഫിക്സ് ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി ഫിക്സ് വന്ന് വീഴുന്ന സമയത്ത് അത് ഷൂട്ട് ചെയ്തിട്ട് ആ സോഫയിൽ ഇരുന്നിട്ട് ആ കുട്ടി ഫിക്സ് ആയിട്ട് കിടക്കുന്നു, ഈ അമൽ അടുത്തിരിക്കുന്നു. എന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ലൈവ് ഇട്ടിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അമ്മയെ കണ്ടില്ലേ, ഈ ഇന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് ഇവൾക്ക് ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നമ്മൾ ഡ്രാമ കാണുന്ന പോലെ, ആളുകളൊക്കെ ഇത് വളരെ രസത്തോടു കൂടെ മാത്രമേ കാണുള്ളൂ. നമ്മളൊരു സീരിയൽ കാണുന്ന പോലെ കുറെ കാര്യങ്ങൾ, കുടുംബത്തിൽ നടക്കുന്ന കുറെ വിഷയങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ആളുകൾ. കുറെ വ്യൂസ് കിട്ടും, വരുമാനം കിട്ടും, ഇതൊക്കെ ഉള്ള കാര്യമാണ്. നെഗറ്റീവും കിട്ടും, പോസിറ്റീവും കിട്ടും. കുറെ ആളുകൾ ഈ അമ്മയെ തെറി വിളിക്കും, കുറെ ആളുകൾ ഇതൊക്കെ കാണിക്കുന്നതിന് ഈ മകനെ തെറി വിളിക്കും. എന്തായാലും വ്യൂസും വരുമാനവും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ പോകുന്നു. അവര് ആ വീട്ടിൽ നിന്ന് മാറുന്നു, പൂർണ്ണമായിട്ടും ആ വീടുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്നു. പിന്നീട് അവര് ഒരു ദിവസം വീണ്ടും ആ വീട്ടിലേക്ക്, സൗഹൃദം എന്നുള്ള നിലയ്ക്ക് വീണ്ടും ആ വീട്ടിലേക്ക് ഒരു ദിവസം ചെല്ലുന്നുണ്ട്. ഈ സിന്ധു അമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്ന് അവിടെ വെച്ചിട്ട് ഭയങ്കര വഴക്കും അടിയും ഒക്കെ നടന്ന പോലത്തെ
കുറേ വിഷ്വൽസ് അവർ ഈ ഒളിക്യാമറ വെച്ച പോലെ ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം, യൂട്യൂബേഴ്സ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഈ പ്രവീൺ പ്രണവിനെയും മൃദുല, അവരുടെ വൈഫ് മൃദുല, അതൊക്കെ കണ്ടിട്ടുള്ളതാണ്. വീട്ടിലത്തെ നടക്കുന്ന കാര്യങ്ങൾ ക്യാമറ വെച്ച് നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് ഈ സിന്ധുവമ്മയുടെ അടുത്ത് ഇവർ ചെല്ലുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള വഴക്ക് അവിടെ നടക്കുന്നു. അന്ന് സിന്ധുവമ്മയെ അതെ ക്യാമറയൊക്കെ വെച്ചിട്ട് മൊബൈലൊക്കെ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവരും ഈ അമലും ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ ഭയങ്കര അടി നടന്നു, പ്രശ്നങ്ങളായി എന്നൊക്കെ ഉള്ള പോലെ കാണിക്കുന്നു. എന്തായാലും ആകെ മൊത്തം ഭയങ്കര വഴക്കും കേസും ആവുന്നു. ഈ അമ്മ മകനെതിരെ കേസ് കൊടുക്കുന്നു, മകൻ കൗണ്ടർ കേസ് കൊടുക്കുന്നു, മകൻ അമ്മയെ അടിച്ചുവെന്നോ വെട്ടിയെന്നോ എന്തൊക്കെയോ പറഞ്ഞ് കേസ് കൊടുക്കുന്നു, കയ്യിലുണ്ടായ മുറിവൊക്കെ കാണിച്ചിട്ട് കേസ് കൊടുക്കുന്നു. അവനാകെ വിഷയമാവുന്നു. ഇതിനിടയിൽ ഈ പെങ്ങളും ഉണ്ട് കേട്ടോ, പെങ്ങള് ചാനൽ നടത്തുന്നുണ്ട്. അപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ഈ വിഷയങ്ങൾ, എല്ലാവരുടെ വീട്ടിലും ആണെന്ന് പറയുന്നില്ല, എന്നാലും പല വീടുകളിലും ഈ വഴക്കുകള് പ്രശ്നങ്ങള് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ടായി തെറ്റി പിരിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ രണ്ട് ഫാമിലിയും തമ്മിൽ, തെറ്റിപ്പിരിഞ്ഞ ആളുകൾ തമ്മിൽ പിന്നെ കാണുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയോ കൂടുതൽ വഴക്ക് കൂടുകയോ ചെയ്യുന്നില്ല. പിന്നെ ആകെ ഇവിടെ പറഞ്ഞ കാര്യം അവിടെ പറയാനുള്ള, അല്ലെങ്കിൽ അവിടെ അറിയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ബന്ധുക്കളോ ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ ഈ വ്യക്തി പോയിട്ട്, ഈ കേട്ട ആൾ പോയിട്ട് അയാളോട് പറയുന്നു അവരങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടാവുന്ന, പിന്നീട് തുടർന്നുണ്ടാവുന്ന വഴക്കുകളെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. അവരെല്ലാം ഈ ചാനലിലൂടെ കാണിക്കുന്നു, അവരുടെ വശം ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അമ്മയ്ക്ക് ചാനലൊന്നുമില്ല, സിന്ധു അമ്മ എന്ന് പറയുന്ന വ്യക്തി ചാനലൊന്നുമില്ല. അവരിത് കാണിക്കുന്നതിന് വേണ്ടി, അവരുടെ വശം പറയുന്നതിന് വേണ്ടി അവരൊരു പുതിയ ചാനൽ അങ്ങ് തുടങ്ങുന്നു. അതാണ് ഈ സിന്ധു അമ്മ വ്ലോഗ്സ് എന്ന് പറയുന്ന ചാനൽ. അപ്പോൾ അവരെ ചാനലിലൂടെ മകനെ കുറിച്ച് കുറ്റം പറയുന്നു, മകന്റെ ചാനലിലൂടെ അമ്മയെ കുറിച്ച് കുറ്റം പറയുന്നു, അച്ഛനെ കുറിച്ച് കുറ്റം, സ്റ്റെപ്പ് ഫാദറിനെ കുറിച്ച് കുറ്റം പറയുന്നു, ഈ അമ്മ അവിടെ ഇരുന്നിട്ട് മകന്റെ ഭാര്യയെ കുറിച്ച് കുറ്റം പറയുന്നു, ഭാര്യ അനുഭവിച്ച വിഷമങ്ങളെ കുറിച്ച് പറയുന്നു, അവരനുഭവിച്ച ത്യാഗത്തിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് ഇവർ ചാനലിലൂടെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അമലാണെങ്കിൽ പല കാര്യങ്ങളും ചാനലിലൂടെ ഇതുപോലെ പറഞ്ഞ്, പ്രശ്നങ്ങൾ ഉണ്ടാവും തോന്നുന്ന കാര്യങ്ങൾ പോലും പറഞ്ഞ് പലപ്പോഴും റീച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അവർ തമ്മിൽ തെറ്റിയ സമയത്ത്, എന്ന് വെച്ചാൽ വൈഫും അമലിന്റെ അമ്മയായിട്ട് തെറ്റിയ സമയത്ത് ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു, താഴ്ന്ന ജാതി ആയതുകൊണ്ട് ആക്ഷേപിച്ചു, അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവർ ചാനലിലൂടെ. അതേപോലെ ഈ സിന്ധുഅമ്മ എന്ന് പറയുന്ന വ്യക്തി രണ്ടു മതത്തിലും വിശ്വസിക്കുന്ന, ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അവർക്ക് ഈ മാതാവിന്റെ പ്രാർത്ഥനയൊക്കെ ഭയങ്കര പ്രാധാന്യത്തോടെ ചെയ്യുന്ന ആളാണ്. ഒരു ആരാധകർ, അവരുടെ ചാനലൊക്കെ കാണുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അവർ പറയുകയാണെങ്കിൽ ഈ പ്രാർത്ഥനാ സഹായം പോലെ ഇങ്ങനെ മാതാവിനെ പ്രാർത്ഥിച്ച് കാര്യസാധ്യത നേടിക്കൊടുക്കുക, അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ മാതാവിന്റെ ഫോട്ടോ നശിപ്പിച്ചു, ഈ അമലിന്റെ വൈഫ് മാതാവിന്റെ ഫോട്ടോ എടുത്ത് എറിഞ്ഞു, അങ്ങനത്തെ രീതിയിലൊക്കെ ഒരു എന്താ പറയുക, ഒരു ജാതിപരമായിട്ടൊരു വിഷയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ചാനലിലൂടെ വന്ന് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അമലിന്റെ അച്ഛൻ മരിച്ചതാണ്, പിന്നെ അമ്മ വിവാഹം കഴിച്ചതാണ്. അപ്പൊ ആദ്യം ഇവരൊരു വീഡിയോ, ഇവര് നന്നായിട്ടിരിക്കുന്ന സമയത്ത് അമ്മയും മോനും കൂടി ഇരുന്നിട്ട് ഭയങ്കര ഈ അച്ഛൻ മരിച്ച കഥകളൊക്കെ ഭയങ്കര ഒരു സ്റ്റോറിയായി ചെയ്ത് വലിയ റീച്ച് ഉണ്ടാക്കിയ ഒരു വീഡിയോ അവർക്കുണ്ടായിരുന്നു. പിന്നീട് അവർ തെറ്റിപ്പിരിഞ്ഞ സമയത്ത് അമല് എനിക്ക് എൻ്റെ അച്ഛൻ്റെ മരണത്തിൽ വരെ സംശയമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ, എന്ന് വെച്ചാല് ഒരു റീച്ചിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കഴിയുമ്പോൾ എതിരെ നിൽക്കുന്ന ആളെ കുറിച്ച് എന്തും പറയുക, അല്ലെങ്കിൽ എന്തും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തും പറയാനുള്ള ഒരു മനസ്സ്, അതൊക്കെ ഒട്ടും ശരിയായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. പൊതുവേ ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകൾക്ക് കാണാൻ നല്ല ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് വളരെ റീച്ചായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ തന്നെയായിരുന്നു ആ സമയത്തൊക്കെ. ആ സമയത്ത് ഇവരുടെ പെങ്ങളുടെ ചാനലുണ്ട്. പിന്നീട് ഈ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന സമയത്ത്, നമ്മൾ സാധാരണ ലൈഫിൽ, ഞാൻ പറഞ്ഞു, സാധാരണ ലൈഫിലൊന്നും നമ്മൾ ഒരിക്കലും ഇത് പിന്നീട് ഉള്ള വഴക്കുകളൊന്നും, ഒരു തവണ തെറ്റിപ്പിരിയുന്നു, അത് കഴിഞ്ഞിട്ടുള്ള വഴക്കുകളൊന്നും പിന്നെ അങ്ങനെ അത്ര സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നില്ല, കാരണം ഇവർ തമ്മിൽ കാണുന്നില്ല. പക്ഷേ യൂട്യൂബ് ചാനലിലുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നു. ഒരാൾ പറഞ്ഞത് മറ്റേ ചാനലിൽ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് കാണുന്നു, ഇയാൾ പറഞ്ഞത് അയാൾ കാണുന്നു. അപ്പോൾ എന്നും വിഷയങ്ങളായിരുന്നു. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അമല് വളരെ മോശമായിട്ടുള്ള ചില വീഡിയോ ഒരിക്കലും നമുക്ക് പൊറുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, കേട്ട വ്യക്തി ഒരിക്കലും മറന്നു പോകാത്ത, അല്ലെങ്കിൽ ഈ ചാനലിലൂടെ കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകരും മറന്നു പോകാത്ത കാര്യങ്ങളൊക്കെ ഈ അമല് ചാനലിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പെങ്ങളെ കുറിച്ച് ഈ അമല് ഒരു വലിയ വീഡിയോ ചെയ്തിരുന്നു. ഒരിക്കൽ പെങ്ങള് ജനിച്ച കാലം മുതൽ, അല്ലെങ്കിൽ ആ കുട്ടി കുറച്ചൊരു പക്വത എത്തി, ഏകദേശം ഒരു കൗമാര പ്രായത്തിലൊക്കെ പ്രേമിക്കാനാവുന്ന ഒരു പ്രായമില്ലേ, ആ പ്രായം മുതൽ ആ കുട്ടി പ്രേമിച്ച ഓരോരുത്തരും ആളുകളുടെയും ഡീറ്റെയിൽസ് എടുത്ത് പറഞ്ഞ്, ആ കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ച ശേഷം ആ കുട്ടി ആരുടെയോ കൂടെ പോയ കഥ പറഞ്ഞ്, ഇങ്ങനെ ഒരു എപ്പിസോഡ് മുഴുവൻ അമൽ വന്നിരുന്നിട്ട് സ്വന്തം സിസ്റ്ററെ കുറിച്ച് തോന്നിയാസം പറയാന്ന് നമ്മൾ പറയില്ലേ, അതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ചാനലിലൂടെ പറഞ്ഞു. അന്ന് ആ സമയത്ത് അമൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ഒരുപാട് റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ അമലിനെ കുറിച്ച് വളരെ മോശമായിട്ട് വീഡിയോ ചെയ്തിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ. എത്രയാണെങ്കിലും നമ്മുടെ സ്വന്തം സിസ്റ്റർ ആണെന്ന് ആലോചിച്ചിട്ടെങ്കിലും ആരും പറയുക, വെറുതെ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളോട് പോലും അവൾ അങ്ങനെയാണെന്ന് സ്വന്തം പെങ്ങളെ കുറിച്ച് പറയാൻ ശ്രമിക്കില്ല.
ആയിരിക്കില്ല. അപ്പോഴാണ് ഈ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വീഡിയോയിലൂടെ വന്നിട്ട് അമല് സ്വന്തം പെങ്ങളെ കുറിച്ച് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അവൾ അവരെ കൂടെ പോയി ഇവരെ കൂടെ പോയി, അങ്ങനത്തെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇരുന്ന് പറയണ്ടായി. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവ് ഇത്തരം കാര്യങ്ങളിലൂടെ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇവർ കൊടുത്ത കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കേസ് മുന്നോട്ട് പോയി വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ സിന്ധുവമ്മയുടെ ചാനൽ വളരുന്നുണ്ട്. സിന്ധുവമ്മ ആ ചാനലിലൂടെ അവരുടെ ലൈഫ് വളരെ ബെറ്റർ ആക്കുന്നുണ്ട്, ചാനലിലൂടെ വരുമാനം കിട്ടുന്നുണ്ട്, ഒരുപാട് ആരാധകരുണ്ടാക്കുന്നുണ്ട്, ആരാധകർ സിന്ധുവമ്മയ്ക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സംഭാവനകളൊക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ സംഭാവനയൊക്കെ പിരിക്കാൻ വരുന്ന ആളുകൾ ഒരു റെസിപ്റ്റിൽ വലിയൊരു എമൗണ്ട് എഴുതിയിട്ട് ആ അടുത്ത വീട്ടുകാരൻ തന്താന്ന് പറഞ്ഞിട്ട് നമ്മളോട് കാണിക്കില്ലേ, അതേപോലത്തെയൊക്കെ ചില പരിപാടികൾ എന്ന് വെച്ചാൽ ഇതെനിക്ക് എൻ്റെ മോളെ പോലുള്ള ആ കുട്ടി അവിടെ എവിടെയോ ഗൾഫിലുള്ളതോ ആരാധകര് അവര് തന്താണെന്ന് പറഞ്ഞിട്ട് സ്വർണം കാണിക്കുക, ഗിഫ്റ്റുകൾ കാണിക്കുക എന്ന് വെച്ചാൽ ഇതുപോലത്തെ ആരാധകരൊക്കെ ഇത് തരികയാണെങ്കിൽ നല്ലതാണെന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അങ്ങനെയൊക്കെ ആ വ്ളോഗ് അവരുടെ വ്ളോഗ് പോയിക്കൊണ്ടിരിക്കുന്നു. അവർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, ടൂറ് പോകുന്നു, അവര് ആകെ മാറി, ലൈഫൊക്കെ മാറി മറിയുന്നു, ഇങ്ങനെ ഹാപ്പി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവര് കുറേ വർഷങ്ങളുടെ തെറ്റാണ്, 2-3 വർഷമായിട്ടുള്ള തെറ്റാണ്. ഇപ്പൊ അവര് വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ പേരിൽ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സിന്ധുവമ്മ മുൻപ് ഇതേപോലെ ഈ കേസ് പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ വക്കീലുമായിട്ട് നടത്തിയിരുന്നു. ഇപ്പൊ അവര് കോടതിയിൽ പലപ്പോഴും ഹാജരാവാതിരിക്കുക. അപ്പൊ കോടതിയിൽ നിന്ന് ചോദിച്ച സമയത്ത് ഈ സിന്ധുവമ്മയുടെ വക്കീല് പറയുന്നു, ഞങ്ങൾക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, ഞങ്ങളിത് പിൻവലിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെ അവരിത് ഒരു സെറ്റിൽ ചെയ്യുന്നു, കേസൊക്കെ പിൻവലിച്ച് സെറ്റിൽ ചെയ്യാൻ തയ്യാറാവുന്നു. കേസ് ഇതുവരെ പിൻവലിച്ചിട്ടൊന്നുമില്ല തോന്നുന്നു. പക്ഷെ എന്തായാലും അവര് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഈ സിന്ധുവമ്മയുടെ വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു ചെന്നിരിക്കുകയാണ്. എന്നിട്ട് വീഡിയോ ഒക്കെ ഇടുന്നു, ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലെത്തി എന്ന് പറഞ്ഞ പോലെയുള്ള വീഡിയോ ഒക്കെ ഇടുന്നു. പക്ഷേ ഇത് ഇവിടെ നിൽക്കുന്ന കാര്യമല്ല എന്ന് പറയാം. കാരണം അവര് ഈ കാര്യങ്ങൾ വീണ്ടും ഈ ചാനലിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അമല് വന്ന് പറയുന്നു, അല്ലെങ്കിൽ അമലിന്റെ ഭാര്യ വന്ന് പറയുന്നു, ഞാനിതൊരു മധുര പ്രതികാരം പോലെയാണ് എനിക്ക് ആ വീട്ടിൽ പോയപ്പോൾ തോന്നിയത് എന്ന് വെച്ചാൽ സിന്ധുവമ്മയുടെ ഭാഗത്താണ്, സ്വന്തം അമ്മയുടെ ഭാഗത്താണ് തെറ്റ്, അത് ഞങ്ങൾക്ക് ഒരു പ്രതികാരം ചെയ്ത പോലത്തെ സുഖം, അവർ തിരിച്ച് ഞങ്ങളെ വിളിച്ചു, അപ്പം ഞങ്ങൾക്ക് അതൊരു വളരെ ഞങ്ങളെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിഞ്ഞല്ലോ, അങ്ങനത്തെ രീതിയിലൊക്കെ വലിയ വീഡിയോ ചെയ്യുന്നു. അപ്പുറത്ത് സിന്ധുവമ്മയുടെ ചാനലില് ഈ അമൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ അമലിനെ കുറിച്ച് എൻ്റെ മോൻ അപ്പു എന്ന് പറഞ്ഞിട്ട് പറയുന്നു. പക്ഷെ കുറെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അമ്മ മക്കളെ സ്നേഹിക്കുന്ന കഥകള്, അമ്മമാരോട് മക്കൾ ദ്രോഹം ചെയ്ത് അവരൊരിക്കലും നന്നാവില്ല, അല്ലെങ്കിൽ അതിന്റെ ഫലം അവരനുഭവിക്കും എന്നൊക്കെ രീതിയിൽ ഇപ്പൊ നമ്മൾ ഈ മഹാഭാരത യുദ്ധമൊക്കെ ഉണ്ടല്ലോ, പാണ്ഡവരും കൗരവരും തെറ്റുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നു, അതേപോലത്തെ ഒരു പരിപാടി ഈ ചാനലിലൂടെ അങ്ങോട്ട് പറയുന്നു, ആ ചാനലിൽ നിന്ന് ഇങ്ങോട്ട് പറയുന്നു, അങ്ങോട്ട് ഒളിയമ്പ് ചെയ്യുന്നു, ഇങ്ങോട്ട് ഒളിയമ്പ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈഫാണ്, നമ്മൾ ഈ സമൂഹത്തിന് മുന്നിൽ വന്നിട്ട് ഇത് കാണിച്ചു കഴിയുമ്പോൾ ഇതേപോലെ റിയാക്ഷൻ വീഡിയോക്കാർക്കൊക്കെ ഇത് വെറുതെ എടുത്തൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്കൊക്കെ വെറുതെ ഇതിങ്ങനെ രസമായിട്ട് ഇരുന്ന് കാണുക, എന്നിട്ട് ആളുകളൊക്കെ അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറെ പോസിറ്റീവ് കമന്റ്, കുറെ നെഗറ്റീവ് കമന്റ്, അമലിന്റെ ചാനലിന്റെ അടിയിൽ പോയിട്ട് സിന്ധുവമ്മേനെ കുറ്റപ്പെടുത്തി കുറെ കമന്റ്, സിന്ധുവമ്മയുടെ ചാനലിന്റെ അടിയിൽ പോയിട്ട് അമലിനെ കുറ്റപ്പെടുത്തി കുറെ കമന്റ്. നമ്മൾ ഈ പ്രണവിന്റെ വിഷയത്തിൽ ഇത് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഈ മൃദുല, പ്രണവ് അവരുടെ ചാനലിന്റെ അടിയിൽ പോകുന്നു, കുറെ കമന്റ് ഇടുന്നു. ഇത് ഇവരെ സംബന്ധിച്ച് റീച്ച് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിലൊരു അവർക്ക് അവരെ വിഷമിക്കേണ്ട കാര്യമില്ല, അവർ റീച്ച് പ്രതീക്ഷിച്ചിടുന്നതാണെന്ന് പറയാം. പക്ഷെ എത്രയാണെങ്കിലും സ്വന്തം അമ്മ മക്കള് ഇവരൊക്കെ ഏത് കാലത്ത് പോയാലും പിന്നീടും ഇവർ ഒരുമിക്കുന്നുള്ളത് ഒരു ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമൊന്നും ഒരിക്കലും പിരിഞ്ഞു പോകുന്നതല്ല. ഏത് കാലത്താണെങ്കിലും കുറച്ചെങ്കിലും ആ മഞ്ഞുരുകും, അവർ തമ്മിൽ വീണ്ടും യോജിക്കുകയും ചെയ്യും. ആ സമയത്തും ഈ കണ്ട ആളുകള്, ഈ വീഡിയോ ഒക്കെ കണ്ട ആളുകള് അവരൊക്കെ ഇത് വീണ്ടും ഓർത്തുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ പണ്ട് അങ്ങനെ തെറ്റിപ്പോയതല്ലേ, പിന്നെ ഇപ്പൊ വലിയ ചക്കര കാണിക്കുന്നു എന്നുള്ള ഭാവത്തിൽ അതിന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ് ഇടും ചെയ്യും. ഇത് കാണുന്നവർക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്കോ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ സ്വന്തം ലൈഫ് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രദർശന വസ്തുവാക്കി വെക്കുമ്പോൾ അത് എപ്പോഴും ആ ബന്ധങ്ങളെ ബാധിക്കുന്നുള്ളതാണ്. എത്രയായാലും അമ്മയും മക്കളുമാണ്. അവര് ഇനി സ്നേഹത്തോടെ അല്ല പോകുന്ന വെച്ചാലും ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിലൊരു വഴക്ക് നടക്കുമ്പോൾ ഒച്ചെടുത്ത് സംസാരിക്കുമ്പോൾ അയൽവക്കത്തുള്ളവർ കേൾക്കുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിട്ടാണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ വഴക്കൊക്കെ കൂടുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരെയും അറിയിക്കണം, എൻ്റെ ഭാഗത്തല്ല തെറ്റ്, ആ എതിരെ നിൽക്കുന്ന ആളുടെ ഭാഗത്താണ് തെറ്റ്, അപ്പൊ എതിരെ നിൽക്കുന്ന ആൾക്ക് തെളിയിക്കണം എൻ്റെ ഭാഗത്തല്ല തെറ്റ്, ആ പറഞ്ഞ ആൾക്ക് അങ്ങനത്തെ ഒരു മനോഭാവത്തിലേക്ക് ആളുകൾ എന്തും ആളുകളുടെ മുന്നിൽ വന്ന് പറയാനുള്ള തൊലിക്കട്ടി, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു റീച്ചാക്കി മാറ്റാനുള്ള മനസ്സ്, അങ്ങനെ എന്തോ ഒന്നായി മാറിയിരിക്കുക. കുറച്ചും കൂടിയൊക്കെ എല്ലാവരും പക്വതയോടുകൂടെ ചിന്തിച്ചിട്ടും മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും ബെറ്റർ എന്നുള്ളതാണ്. എല്ലാവർക്കും നന്ദി.